Watch India's largest kids library only on Jio Hotstar. Download the app now. സുഹൃത്തുക്കളെ, ഇന്നു മുതൽ നിങ്ങളുടെ വീട്ടിലെ പൈപ്പ് എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ദാ ഇപ്പം മുതൽ, ഈ നിമിഷം മുതൽ ഞങ്ങൾ ഞങ്ങളുടെ പ്ലംബിംഗ് ജോലി തുടങ്ങുവാൻ പോവുകയാണ്. അതെ മോട്ടു പത്ലു, എന്റെ പൈപ്പ് പൊട്ടിക്കിടക്കുക, ഒന്ന് വന്നിട്ട് നേരാക്കി താടാ. ഞാൻ അപ്പോഴേക്കും ചായ കുടിച്ചേച്ച് വന്നേക്കാം. കൊള്ളാലോ, ആദ്യത്തെ ദിവസം തന്നെ ജോലി കിട്ടിയല്ലോ. ഈ ദിവസം വളരെ ലക്കിയാണ്. അല്ല, അത് തുറക്കുന്നില്ലല്ലോ. എന്റെ പത്ലു, വർഷങ്ങളായതുകൊണ്ട് ഇത് ജാമായി പോയെന്ന് തോന്നുന്നത്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാ ഊരിയെടുക്കാൻ കേട്ടോ. വരൂ, നല്ലപോലെ ബലത്തിൽ ആഞ്ഞു വലിക്കാം. പത്തിലും ഈ പൈപ്പ് ശരിക്കും കേടായി കിടക്കുക. ഇതിന് മുഴുവൻ അഴുക്ക് പിടിച്ച് കിടക്കുക. നമുക്ക് ബോക്സ് റൈഡറിനോട് ചോദിക്കാം, ഇത് മാറ്റണോ വേണ്ടയോ എന്ന്. ഇത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലെ പണി തീർത്തു വന്നോ? ഇല്ല ബോക്സർ ചേട്ടാ, ജോലി കുറച്ചുകൂടെ ബാക്കി കിടപ്പുണ്ട്. ഞങ്ങൾ നിങ്ങളോട് ഈ കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഈ പൈപ്പ് കേട് പിടിച്ച് കിടക്കുക. അതുകൊണ്ട് ഈ പൈപ്പ് വീണ്ടും അതിൽ ഫിറ്റ് ചെയ്താലേ വീണ്ടും ഈ പൈപ്പ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് വീണ്ടും നിങ്ങൾ ഞങ്ങളെ വിളിക്കേണ്ടി വരും, ഞങ്ങളും വരേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ വേഗത്തിൽ ഈ പൈപ്പ് അങ്ങ് മാറ്റിയാൽ മതി. എന്നാ പിന്നെ അതങ്ങ് മാറ്റി വെച്ചൂടെ? വേഗം പോയി അതൊന്ന് മാറ്റാൻ നോക്ക്. ഇവിടെ വർത്താനം പറഞ്ഞു കൊടുക്കുവാണോ? നീ പൈപ്പ് അവിടുന്ന് മാറ്റുന്നതിന് മുന്നേ മോളിൽ നിന്ന് വെള്ളം വരുന്നത് നിർത്തലാക്കിയോ? നീ എന്റെ വീട് മുഴുവൻ നശിപ്പിച്ചില്ലോടാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. വെള്ളമായതുകൊണ്ട് നീന്തിയല്ലേ പറ്റൂ. എന്റെ മോട്ടു, നീ എന്ത് വിട്ടിത്തര കാണിക്കുന്നേ? നീന്താൻ മാത്രമുള്ള വെള്ളമൊന്നുമില്ല. വേഗം ഇവിടുന്ന് ഓടാൻ നോക്കിക്കോ, അല്ലെങ്കിൽ ബോക്സ് റൈഡർ നമ്മളെ ഇടിച്ചിടിച്ച് ഈ വെള്ളത്തിന്റെ പരിവാക്കും. ചായക്കട ചേട്ടാ, വേഗത്തിൽ നല്ല ചൂടുള്ള സമൂസ ഇങ്ങെടുത്തേ, ഞാൻ കഴിക്കട്ടെ. എന്റെ അമ്മോ മോട്ടോ, നീ എന്തിനാ എത്ര വേഗത്തിൽ ഇങ്ങനെ തിന്നുന്നത്? ബോക്സറേട്ടന്റെ വീട്ടിലത്തെ ജോലി തീർത്തോ? ഹലോ സാർ, പൈപ്പിന് ഒട്ടും വെള്ളം വരുന്നില്ല. ജയിൽപ്പുള്ളികൾക്ക് കുടിക്കാൻ ഒട്ടും വെള്ളമില്ല. എനിക്ക് തോന്നുന്നു പൈപ്പ് എവിടെ ജാമായിട്ടുണ്ടെന്ന്. ആർക്കും അയക്കോ ഇങ്ങോട്ട്? ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ മോട്ടു പത്രോനെ പറഞ്ഞു വിട്ടോളാം. നിങ്ങൾ രണ്ടാളും ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ. അവിടെ വെള്ളം തീരെ വരുന്നില്ല എന്ന്. എന്റെ ബോക്സർ ചേട്ടാ, എന്താ വല്ല മോഷണം നടത്തിയിട്ട് ഓടുകയാണോ? എന്റെ അമ്മോ, ചെലപ്പോ ബോക്സറേട്ടനെ വല്ല പട്ടികളെ ഓടിക്കാവും. ഇതെന്താ ഇത്? ആസനത്ത് തീ പിടിച്ച പോലാണല്ലോ പായുന്നത്. ഒന്ന് നിർത്താൻ. ഞാൻ ആ മോട്ടും പത്രനെ അന്വേഷിച്ചിറങ്ങിയതാ. എന്റെ വീട് ആകെ നശിപ്പിച്ചു കളഞ്ഞു. അതൊരു കൊളാക്കി വെച്ചേക്കുമോ അവര്? എല്ലാ അവന്മാര് നശിപ്പിച്ചു കളഞ്ഞു, അറിയാവോ? എന്റെ അമ്മോ, ഞാൻ എന്ത് അബദ്ധമാണ് ഈ കാണിച്ചത്? ഞാൻ മോട്ടു പത്രോനെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ. കുഴപ്പമായല്ലോ. എന്നാ പെട്ടെന്ന് എന്ന് അവരോട് പണിയൊന്നും ചെയ്യണ്ടെന്ന് പറ. ഞാനും വന്നേക്കാം. ഞാൻ പോട്ടെ.
എനിക്ക് തോന്നുന്നത് ഈ പൈപ്പ് മുഴുവനും എത്രയും പെട്ടെന്ന് മാറ്റേണ്ടി വരുമെന്നാ. ഓക്കെ, ഞാനെന്നാ ഇപ്പൊ തന്നെ റെഡിയാക്കി തരാം. അങ്ങനെ പണി തീർന്നു. അല്ല പത്തുലു, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഐഡിയ, ഒരു കാര്യം ചെയ്യാം. എന്നാ ഒന്ന് വേഗം പറ, എന്താ? ഓടിക്കോ. നിങ്ങൾക്ക് പ്ലംബറിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? വേണ്ട, ആവശ്യമില്ല. ഇവറ്റകളൊക്കെ എവിടുന്ന് കയറി വരുന്നു ആവോ? മോട്ടു, എനിക്ക് തോന്നുന്നത് നമ്മുടെ ജോലിയെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയെന്നാ. നമ്മള് വളരെ നല്ല പ്ലംബർ അല്ലേ? എന്നിട്ട് നമുക്കിവിടെ ആരും ജോലി തരുന്നില്ല. ഹലോ, മോട്ടുപത്തിലല്ലേ? ഞാൻ ഫുർഫുറി നേരത്തിലുള്ള ഡാമിന്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഗ്രാമത്തിലേക്കുള്ള പൈപ്പ് കേടായിരിക്കുക. ആ പൈപ്പിന് എന്തോ വലിയ തകരാറുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഒന്ന് വന്നത് ശരിയാക്കി തരാമോ? അതിനെന്താ, തീർച്ചയായിട്ടും ശരിയാക്കി തരാം. ഞങ്ങൾ വളരെ നന്നായിട്ട് പ്ലംബിംഗ് ജോലിയൊക്കെ ചെയ്യും. ഞങ്ങൾ എത്ര കേടുപാട് സംഭവിച്ച പൈപ്പ് നന്നാക്കി തരുമെന്നേ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ വന്നേക്കാം. ഈ പൈപ്പിൽ നിന്നാണ് ലീക്കേജ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം ആ പൈപ്പ് നോക്കാം. ഇതല്ല, ഇതാണ്. ഇപ്രാവശ്യം ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. എന്റെ പത്തുലു, പ്രശ്നം ഇവിടെയല്ലേ ഉള്ളത്. കണ്ടില്ലേ നീ? ഈ ഹാൻഡിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചാ പിന്നെ വെള്ളം എവിടുന്ന് വരാനാ? നീ പറ. മോട്ടു, പത്തിലു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തായി ചെയ്യുന്നത്? ഞങ്ങൾ ശരിയാക്കി വല്ലേട്ടാ, ശരിയാക്കിന്നേ. ആ ഹാൻഡിൽ ലോക്കായിരുന്നു. ഞങ്ങളിതിപ്പോ തുറന്നു വിട്ടു. ഇനി നിങ്ങളുടെ പൈപ്പിൽ കൂടെ നല്ലോണം വെള്ളം വന്നോളും. നല്ലോണം വരും. മോട്ടു, ഇനി വെള്ളം വരില്ല, വരാനും പോകുന്നില്ല. നിങ്ങളെ രണ്ടെണ്ണത്തിന് ഞാൻ ശരിയാക്കി തരാം, കാണിച്ചു തരാം. മര്യാദക്ക് താഴെ ഇറങ്ങ. അവരെ പിടിക്കാം. അത്രക്കായോ? അല്ല വലിയേട്ടാ, അതിനിവിടെ വെള്ളം എവിടെ? എങ്ങനെ കാണാനാ? നിങ്ങൾ മൊത്തം തുറന്നു വിട്ടില്ലേ? കാണിച്ചു തരാം. ഏയ്, അവിടെ നിക്ക്.
ഐഡിയ. ഈ കല്ലെടുത്ത് മാറ്റിട്ട് ഈ പൈപ്പിനകത്തൂടെ അകത്തേക്ക് പോകാൻ മോട്ടു. ഈ പൈപ്പിന്റെ മറ്റേ അറ്റം എന്തായാലും തുറന്നു തന്നെയാവും ഇരിക്കുന്നുണ്ടാവുക. ആ വഴി നമുക്ക് ഓടി രക്ഷപ്പെടാം. കണ്ടില്ലേ ഉമാർ ഇവിടെ വന്നിട്ട് മിണ്ടാതെ നിൽക്കുന്നത്. ഇത് കൊടുങ്കാറ്റിന് മുമ്പുണ്ടാവുന്ന ശാന്തതയാണ് മോട്ടു. കൊള്ളാം മോട്ടുപുത്രു, കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും തകർത്തിരിക്കുകയാണ്. എത്ര എളുപ്പത്തിലാണ് നിങ്ങൾ പ്രശ്നം കണ്ടുപിടിച്ചത്. ഈ പൈപ്പിൽ പാറ കുടുങ്ങിയതായിരുന്നു അല്ലേ പ്രശ്നം? ഇതാണ് ഇവിടുത്തെ മെയിൻ പൈപ്പ്. ഈ പൈപ്പ് കൂടെയാണ് ഇവിടെയുള്ള എല്ലാ പൈപ്പുകളിലേക്കും വെള്ളം പോകുന്നത്. ഫുർഫുരി നഗരത്തിലേക്ക്, ഞങ്ങളുടെ ഓഫീസിലേക്ക്, പിന്നെ കറന്റ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഡാമിലെ വെള്ളം അടച്ചു വെച്ചത്, ആണോ മോട്ടുപുത്രു? അതെ വലിയേട്ടാ, അതെ. എന്തൊരു ബുദ്ധി സാമർഥ്യം നിങ്ങൾക്ക്. അല്ല, നിങ്ങൾ ഇത് എങ്ങനെയാ കണ്ടുപിടിച്ചെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഒന്ന് നിർത്ത, അതിനൊക്കെയുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ. സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ശരിക്കും നല്ല അടിപൊളി പ്ലംബർമാരാ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ നിങ്ങളെ ഈ പാറ തള്ളി മാറ്റാൻ സഹായിക്കാം. ജീവൻ പോകാതെ തിരിച്ചു വന്നത് അവന്മാര് വിഡ്ഢികളായതുകൊണ്ട് മാത്രമാണ്. ഇനിയും നമ്മൾ പ്ലംബിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്നാലേ എപ്പോഴും ഇതുപോലെ സംഭവിച്ചോണമെന്നില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.